നമസ്കാരം. കൃഷി ദർശൻ തത്സമയ ഫോൺ-ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളീയരിൽ നല്ലൊരു ശതമാനം ആളുകളും ഇറച്ചി വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വിലയേറിയതും ഒരുപക്ഷെ ഏറ്റവും ദൗർലഭ്യമുള്ളതും ആട്ടിറച്ചിക്കാണ്. കിലോയ്ക്ക് 400 അതിലധികമോ കൊടുത്തു വാങ്ങുന്ന ഇറച്ചിയുടെ ഗുണമേന്മയെക്കുറിച്ചുള്ള ആശങ്കകൾ വേറെയും. ഈ ദൗർലഭ്യം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? ആട് വളർത്തൽ മേഖലയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് കൃഷി ദർശൻ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ ആർ വേണുഗോപാൽ. ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വെറ്റനറി ഹോസ്പിറ്റൽ സീനിയർ വെറ്റനറി സർജനായി ജോലി നോക്കുന്നു. മുൻപ് ഗവൺമെൻറ് ഗോഡ് ഫാം പാറശാലയിലെ സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്നു. അതിലുപരിയായിട്ട് ഈ രംഗത്ത് ധാരാളം കർഷകരെ പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിലേക്കായി ആനയിച്ചു കൊണ്ടുവരുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഡോക്ടർ വേണുഗോപാൽ എന്നും മുൻപിലുണ്ട്. അതിലുപരി പരിശീലന കേന്ദ്രങ്ങളിലെ ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിലും ഇദ്ദേഹം വളരെ മുന്നിൽ തന്നെയാണ്. ഡോക്ടർ വേണുഗോപാലിന് സ്വാഗതം. ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചു വന്ന ആടുവളർത്തൽ മേഖലയുടെ സാധ്യതകളെക്കുറിച്ചാണ്. പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് 1-2 ആടുകളെ വളർത്തുമ്പോൾ വളരെയധികം ശാസ്ത്രീയ അറിവുകളൊന്നും ആവശ്യമില്ലായിരുന്നു എന്നതൊരു കാര്യം. അതിലുപരിയായി ഇന്ന് പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ജനങ്ങൾ ഈ മേഖലയിലേക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ഇറങ്ങി വരേണ്ടത്. അപ്പോൾ ആടുവളർത്തൽ മേഖലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ സാധ്യതകളെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. ആടുവളർത്തൽ രംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ സ്ഥിരമായ വിപണിയുള്ള ഒരു മേഖലയാണ് ആടുവളർത്തൽ. ആട്ടിറച്ചിക്കായാലും നേരത്തെ പറഞ്ഞ പോലെ ആട്ടിറച്ചിക്കായാലും അതുപോലെ തന്നെ ആട്ടിൻ കുട്ടികൾക്കായാലും നല്ല ഡിമാൻഡാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതോടൊപ്പം ഇതിന്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും കുറയാത്ത രീതിയിൽ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് പശു വളർത്തൽ പോലെ ഒരു സംരംഭം തുടങ്ങാൻ ഉള്ള ആയാസമില്ല. കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം വളരെ പ്രധാനമാണ്. പിന്നെ ഇതേക്കാൾ ഉപരി ഇപ്പം ഒരുപക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ലഭ്യത കുറവുണ്ട്. ഇപ്പോൾ ഈ ആടുവളർത്തൽ പോലെയുള്ള ഗോഡ് ഫാം ഒക്കെ തുടങ്ങുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം വളരെ കുറച്ച് മതി. വെള്ളത്തിൻ്റെ ഉപയോഗം, ആടിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറച്ച് മതി. അപ്പം വെള്ളം, വൈദ്യുതി ഇതൊക്കെ പരിമിതമായ ഒരു പ്രദേശമാണ് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ആടുവളർത്തലിന് ഈ ഒരു അനുകൂല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നേരിടുന്ന ഈ പൊള്യൂഷൻ, മലിനീകരണ സാധ്യത മറ്റ് പല രംഗത്തും കർഷകർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിലും ഒരു പക്ഷേ ആട് വളർത്തൽ വളരെയധികം സുരക്ഷിതമായ ഒരു മേഖലയാണെന്ന് പറയാം. തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം, മറ്റ് ഇപ്പോൾ പശു വളർത്തലും അതുപോലെയൊക്കെ ഉള്ള ഫാമുകളൊക്കെ ചെയ്യുമ്പോൾ അവയുടെ മാലിന്യങ്ങൾ, ഇപ്പം പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഇതൊക്കെ കൈകാര്യം ചെയ്യാനും അതുപോലെയുള്ള ഒക്കെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത്തരം ഡയറി ഫാമുകൾ നേരിടുന്നുണ്ട്. പക്ഷേ ഗോഡ് ഫാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അത് കാരണം ആടിൻ്റെ കാഷ്ടവും മറ്റുമൊക്കെ അതിൽ ജലാംശം വളരെ കുറവാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, അത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ 20 ആടുകൾക്ക് താഴെയുള്ള ഫാമുകൾക്ക് ലൈസൻസ് പോലും ആവശ്യമില്ല. ആ രീതിയിൽ ലൈസൻസിങ് സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണം. അതിനു മുൻപായിട്ട് ഇത് ഈ രംഗത്ത് പ്രധാന പ്രശ്നങ്ങൾ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? എല്ലാ രംഗത്തും ഉള്ളതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഈ മേഖലയിലും ഉണ്ട്. ഒന്ന്, നമ്മൾ കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വരുന്നത് കൊണ്ട് നല്ല ഇനം ആട്ടും കുട്ടികളെ കിട്ടാനില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ഒരുപാട് കർഷകർ പല സ്ഥലത്തും ബുക്ക് ചെയ്തിട്ട്, സർക്കാർ ഫാമിലായാലും സ്വകാര്യ ഫാമുകളിലായാലും ബുക്ക് ചെയ്തിട്ട് അവർക്ക് ആവശ്യത്തിന് ആട്ടുംകുട്ടികളെ കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പം ഇതിന് മറ്റ് ഇടനിലക്കാരും മറ്റുമൊക്കെ ഇതിനകത്ത് ഈ അവസ്ഥ ചൂഷണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നല്ല ഗുണമേന്മയുള്ള മുട്ടനാടുകൾ ഇന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ല ജനുസുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയൊരു പ്രധാന കടമ്പയെന്ന് പറയുന്നത് നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മുട്ടനാടുകളാണ്. ഒരുപക്ഷെ മോഹവില നൽകി ഇറച്ചിക്ക് വേണ്ടി ഇവയൊക്കെ പോകുന്നത്. ഇവിടെ വ്യാപകമായിട്ട് ആടുകളെ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ആ രംഗത്തൊരു സെലക്ഷൻ, അവയിൽ നല്ല മുട്ടനാടുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ശരിയായിട്ട് നടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കൃത്രിമ ബീജദാനം, ആടുകളിൽ പശുക്കളിലുള്ളത് പോലെയുള്ള കൃത്രിമ ബീജദാന സൗകര്യങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ലഭ്യമല്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റൊന്ന്, പദ്ധതികൾ, ഇപ്പോൾ പശു വളർത്തൽ രംഗത്തുള്ളതുപോലെയുള്ള വ്യാപകമായ പദ്ധതികളൊന്നും ഈ രംഗത്തേക്ക് അധികം വരുന്നില്ല. കാരണം ഈ ആട് വളർത്തുന്ന കർഷകരുടെ കൂട്ടായ്മയും അതുപോലെ അവർക്ക് വേണ്ടിയുള്ള സംഘടനകളും സംരംഭങ്ങളും കുറവാണ്. ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള അതേ രീതിയിലുള്ള ഒരു
ഇടപെടൽ ഈ രംഗത്ത് സർക്കാർ തലത്തിലും അത് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ ഗോട്ട് ഡെവലപ്മെന്റ് ബോർഡൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ ഈ ആടുവളർത്തൽ രംഗത്ത് കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയോ അവർക്ക് വേണ്ടി സംഘങ്ങളോ അത്തരത്തിലുള്ള വ്യാപകമായ രീതിയിൽ ചില ജില്ലകളിലൊക്കെ ചില പ്രവർത്തനങ്ങളുണ്ടെന്നല്ലാതെ ഈ രംഗത്ത് കർഷകരുടെ കൂട്ടായ്മയും അതുപോലെയുള്ള ക്ഷീര കർഷകരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മേഖലയിൽ ഇനിയും ഒരുപാട് ഇടപെടൽ ആവശ്യമാണ്. പക്ഷേ ഒരു സംരംഭം എന്ന നിലയിലേക്ക് ഉള്ള വളർച്ച ഇനിയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരേണ്ടത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കണ്ടുവരുന്നത് 1-2 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. വീടിനോട് ചേർന്ന് 1-2 ആടുകളെ വളർത്തി അതിൽ നിന്ന് ഉപജീവനം കഴിച്ചു പോകുന്ന ഒരു മാർഗമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴ് ചെറുതും വലുതുമായ ചെറുകിട സംരംഭങ്ങളായാലും കുറച്ച് വലിയ സംരംഭങ്ങളായിട്ടും ആടുവളർത്തൽ ഒരു മുഖ്യ തൊഴിലായിട്ടും വരുമാന മാർഗമായിട്ടും കണ്ട് അതിലേക്ക് വരുന്ന ഒരു മാറ്റം നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പാവപ്പെട്ടവന്റെ പശു എന്നൊക്കെ അറിയപ്പെട്ടതിൽ നിന്ന് മാറി ഇതൊരു ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു നല്ല തൊഴിൽ മേഖല എന്ന നിലയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും മുൻപ് നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യാസം. നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന ഒരു കോള് വന്നിട്ടുണ്ട്. എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സമീർ, മലപ്പുറം. ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നല്ല ഇനം ആടുകളെ ലഭിക്കുന്ന ഫാം ഉണ്ടോ? 30 എണ്ണം ബൾക്കായിട്ട് വേണം. നല്ല പാലും നല്ല ഇറച്ചിയും ലഭിക്കുന്ന ഏറ്റവും നല്ല ഇനം ആടുകളെ ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വളരെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ആടാണ്. ഓക്കെ, നല്ല ഇനം ആടുകളെ ലഭിക്കുന്ന ഫാമുകൾ എവിടെയുണ്ടെന്നാണ് അറിയേണ്ടത് അല്ലേ? അതെ അതെ അതെ. കേരളത്തിലെ നല്ല ഇനം ആടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തനത് ജനുസായ മലബാറി തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹനം നൽകി വളർത്തുന്നത്. നല്ല ജനുസ് എന്ന് പറയുന്നത് മലബാറി തന്നെയാണ്, അതിന് സംശയമില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് യോജിക്കുമ്പോൾ ഇത് കേരളത്തിലെ സർക്കാർ ഫാമുകളിൽ വളർത്തുന്നുണ്ട്. പക്ഷേ അവിടെയും ഇപ്പം പലപ്പോഴും ദൗർലഭ്യമുള്ളത് കൊണ്ട് ബുക്ക് ചെയ്ത് കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും. മണ്ണുത്തി വെറ്റനറി കോളേജിൽ ഫാമുണ്ട്. അതുപോലെ തന്നെ കേരള കന്നുകാലി വികസന ബോർഡിൻ്റെ കീഴിൽ ആടുവളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിനും മലബാർ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ കൊമേരി ആടുവളർത്തൽ കേന്ദ്രമുണ്ട്. തിരുവനന്തപുരത്ത് പാറശാല, അതുപോലെ തന്നെ നമുക്ക് അട്ടപ്പാടിയിലും മറ്റുമൊക്കെ, അതുപോലെ കുരിയോട്ടുമല, ഇവിടെയൊക്കെ ആടുവളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ നിങ്ങൾ സമീപിക്കുക. അടുത്തുള്ള ഫാമുമായിട്ട് ബന്ധപ്പെട്ട്, സർക്കാർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബുക്ക് ചെയ്ത് അവിടെ നിന്നും ആട്ടുംകുട്ടികളെ കരസ്ഥമാക്കുക. അതാണ്. പക്ഷേ നല്ല പ്രൈവറ്റ് ഫാമുകളും ഉണ്ട്, നോക്കി. സ്വകാര്യ ഫാമുകളിൽ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിനെ നോക്കി ഉറപ്പുവരുത്തി വേണം എടുക്കാൻ. വിളിച്ചതിന് നന്ദി. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി ആദ്യമായി ഈ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യം എടുത്തു വരുന്ന ഒരാൾ ഏതൊക്കെ മേഖലയിലാണ് ശ്രദ്ധ പതിപ്പിച്ച് അതിലേക്ക് ഇറങ്ങി വരേണ്ടത്? അപ്പം ആദ്യം മുതൽ അവസാനം വരെ പ്രധാന മേഖലകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതൊരു പുതിയ സംരംഭമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കണം. എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പുതിയ ഒരു സംരംഭമായിട്ട് ആടുവളർത്തലിനെ ഏറ്റെടുക്കാൻ. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പരിശീലന പരിപാടി പങ്കെടുക്കണം. മൃഗസംരക്ഷണ വകുപ്പ് തന്നെ സംസ്ഥാനത്തുടനീളമുള്ള പരിശീലന കേന്ദ്രങ്ങൾ വഴി ആടുവളർത്തലിൻ്റെ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് ഇതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു അറിവും പരിജ്ഞാനവും നേടിയിട്ട് വേണം ഇതിലേക്ക് തുടങ്ങാൻ തന്നെ. അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റ് ഫാമുകൾ പോയി കാണണം. അത് ഇതുവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരുമായിട്ട് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രായോഗികമായിട്ടുള്ള അറിവുകളും നേടണം. ഇതെല്ലാം ചേർന്നതിന് ശേഷം, കിട്ടിയതിന് ശേഷം വേണം നമുക്ക് എന്തൊക്കെയാണ് സാഹചര്യമുള്ളത്, നമ്മുടെ സ്ഥലം, നമുക്ക് എത്ര സ്ഥലമുണ്ട്, എത്ര സ്ഥലത്ത് പുൽകൃഷി ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ചെറിയൊരു സംരംഭമായിട്ട് വേണം കഴിവതും തുടങ്ങാൻ. കാരണം വലിയൊരു സംരംഭമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കരുത്ത് തുടക്കത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആടുകളുടെ എണ്ണം കൂട്ടി അതിനെ വിപുലീകരിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളതെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരാജയ കഥകളും അതുപോലെ വിജയ കഥകളും ഉള്ള കർഷകരെ കണ്ട് സംസാരിക്കുന്ന ഒരു വലിയ പാഠമാണ്. അതിലുപരിയായിട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും ആടുകളെ വാങ്ങുന്നത് മുതൽ അതിൻ്റെ വിപണനം വരെയുള്ള എല്ലാ മേഖലകളിലും ഇവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ, അപ്പോൾ ആദ്യം ആടുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇനം,
അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങളാകാം, ഏതൊക്കെയാണ് നല്ലത്, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ആടിൻ്റെ ഇനത്തെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തനതായിട്ട് ഒരു ജനുസുണ്ട്. കേരളത്തിൻ്റെ തനത് ജനുസ് നമ്മുടെ മലബാറി ആടുകളാണ്. തലശ്ശേരി പരിസര പ്രദേശത്തുമൊക്കെ ഉരുത്തിരിഞ്ഞ മലബാറി ആടുകൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതിന് നല്ല തീറ്റ പരിവർത്തന ശേഷിയുണ്ട്, നല്ല വളർച്ചാ നിരക്കുണ്ട്, ഉയർന്ന രോഗപ്രതിരോധ ശക്തിയുണ്ട്, ഒരു പ്രസവത്തിൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ തരാനുള്ള പ്രത്യുൽപാദന ശേഷി കൂടുതലാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണ്. പക്ഷേ ഇത് കൂടാതെ കേരളത്തിന് തന്നെ മറ്റൊരു ജനുസെന്ന് പറയാൻ സാധിക്കില്ല. അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്ന മാംസാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇനം ആടുകൾ കൂടിയുണ്ട്. പാലക്കാട് തന്നെ ഒരു ഫാം തന്നെയാണ്. അതെ അതെ. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ വെറ്റനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഈ അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്ന ആടുകളെ വളർത്തി അതിന് വംശവർദ്ധനവ് നടത്തി കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ രണ്ടാം ഘട്ടം എന്നതിൽ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം, നായ വളർത്തലായാലും ഏതിലായാലും വിവിധ ഇനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കർഷകനും അല്ലെങ്കിൽ വന്ന് നോക്കുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും അതൊരു ആകർഷണീയതയാണ്. അപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ആട് വളർത്തൽ ഫാമിലേക്ക് ഏതൊക്കെ ഇനങ്ങളെയാണ് കേരളത്തിൽ ഇന്ന് വളർത്താൻ അനുയോജ്യമായിട്ടുള്ളത്? കേരളത്തിൽ ഇന്ന് പലരും നമ്മുടെ നാടൻ ജനുസിനെ വളർത്തുന്നതോടൊപ്പം അന്യ സംസ്ഥാനത്തു നിന്നുള്ള ജനുസുകളെ കൂടെ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ ഏകദേശം 20 ജനുസുകൾപ്പെട്ട ആടുകളുണ്ട്. അതിൽ കേരളത്തിൽ കൂടുതലും മറ്റ് സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ജമുനാപാരി എന്ന് പറയുന്ന ആടുകളുണ്ട്. അതുപോലെ തന്നെ സിരോഹി എന്ന് പറയുന്ന രാജസ്ഥാനിൽ നിന്ന് വരുന്ന ആടുകളിലെ ബീറ്റൽ, ഇങ്ങനെയൊക്കെയുള്ള ജനുസുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. ജമുനാപാരിയൊക്കെ പാലുൽപാദനത്തിൽ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആടുകളെ വളരെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവയുടെ വർഗ്ഗഗുണം നിലനിർത്തി വളർത്തുന്ന കർഷകരുമുണ്ട്. അത് നമ്മുടെ ഈ മലബാറിയെ വളർത്തി ഒരു ഫാമൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു ജമുനാപാരിയുടെ കുട്ടിക്ക് വേണ്ടി തന്നെ വരുന്ന ഒരു കർഷകന് അത്തരത്തിലുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തി ജമുനാപാരിയും സിരോഹിയും ഒക്കെ അന്യ സംസ്ഥാനത്ത് പോയി കൊണ്ടുവന്ന് അവയെ പ്രത്യേക പരിചരണം നടത്തി വളർത്തി കൊണ്ടുവന്ന് അതൊരു മെച്ചപ്പെട്ട ആദായമാക്കി മാറ്റിയ കർഷകരും നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തനത് ഇനമായ തലശ്ശേരി ആടുകൾ അല്ലെങ്കിൽ മലബാറി ആടുകൾ ധാരാളം മതിയാകും, തുടങ്ങാൻ ധാരാളം മതിയാകും. പിന്നീട് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിൽ മറ്റ് ഇനങ്ങളെ നോക്കി പോകുമ്പോൾ ജമുനാപാരിയും ബീറ്റലും സിരോഹിയും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കൂട് നിർമ്മാണം തീർച്ചയായിട്ടും നമ്മൾ വളരെ ശാസ്ത്രീയമായി ചെയ്യുന്നതാണ് അനുയോജ്യമായിട്ടുള്ളത്. നമുക്കൊരു കോൾ കൂടി വന്നിട്ടുണ്ട്, എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് ജോയിയാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എന്റെ ഒരു ആട് പ്രസവിച്ചു ഇന്നലെ. പ്രസവിച്ച് കഴിഞ്ഞിട്ട് 4 കുട്ടികളുണ്ട്. തള്ളയാടിന് അകിടിന് നീരാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? പാല് വരുന്നില്ല. ചോദ്യം വ്യക്തമായോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസവിച്ച ആടിന് അകിടിൽ നീര് വന്നിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ആടിനുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് അകിട് വീക്കം. അകിട് വീക്കം വരാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഒന്ന് തൊഴുത്തിൻ്റെ, പ്രത്യേകിച്ച് ആട്ടിൻ കൂട്ടിലെ വൃത്തി വളരെ പ്രധാനമാണ്. കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ പ്രസവിച്ചു കഴിഞ്ഞ ആടിന് കുട്ടിയുടെ അടുത്തേക്ക് കുട്ടിയെ കൂടെ വിടും പാല് കുടിക്കാനായിട്ട്. പക്ഷേ കുട്ടി മുഴുവൻ പാലും കുടിക്കാതെ വരികയും ശേഷിക്കുന്ന പാല് കറന്ന് മാറ്റിയില്ലെങ്കിൽ അങ്ങനെ പാല് അകിടിൽ കെട്ടി നിന്നിട്ട് ഈ പറഞ്ഞ അകിട് വീക്കം ഉണ്ടാക്കുന്നുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. കാരണം കുട്ടി ഇപ്പോൾ 4 കുട്ടി അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ കുട്ടി മുഴുവൻ കുടിച്ചു കാണത്തില്ല. എന്തായാലും അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ആരംഭത്തിൽ തന്നെ അടുത്ത മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന ചികിത്സാവിധികൾ, അത് ഗുളിക രൂപത്തിലായാലും അതിൻ്റെ അകിടിൻ്റെ നീര് കുറയ്ക്കുന്നതിന് വേണ്ടി പുറമേ പുരട്ടുന്ന മരുന്നുകൾ, അതുപോലെ ഇഞ്ചക്ഷനുകൾ, ഇത് കൃത്യമായിട്ട് ആരംഭത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആടിൻ്റെ ഷെഡ് നിർമ്മാണം അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആടിൻ്റെ ഷെഡ് നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കൂടിന് വേണ്ടിയുള്ള മുതൽ മുടക്ക് എപ്പോഴും കുറയുന്നതാണ് നല്ലത്, കുറഞ്ഞിരിക്കണം. ഏറ്റവും ലളിതമായ ഒരു കൂടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ വീടിനോട് ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ചിലവ് കുറച്ച് വീട്ടിലെ അവിടെ പരിസരത്ത് കിട്ടുന്ന പ്രാദേശികമായി കിട്ടുന്ന തടിയും അതുപോലെ തന്നെ തെങ്ങിൻ്റെ തടിയാണെങ്കിലും കമുകൊക്കെ അതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു കൂട് നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.
അത് തറയിൽ നിന്നും ഏകദേശം 4 അടിയെങ്കിലും ഉയരത്തിൽ വേണം ചെയ്യാൻ. കാരണം പ്ലാറ്റ്ഫോം ഒരു തട്ടടിച്ച് പ്ലാറ്റ്ഫോം ചെയ്തിട്ട് അതിൽ ഏകദേശം 1-1.5 സെൻറ്റിമീറ്റർ വിടവുകൾ ഉള്ള രീതിയിൽ നമ്മൾ പലകൾ അടിച്ച് വേണം ഇത് ചെയ്യാൻ. കാരണം ഇതിൻ്റെ കാഷ്ടവും ഗോമൂത്രവും എല്ലാം താഴെ പോകണം. അത് മാത്രമല്ല ഇതിനൊരു നല്ല മേൽക്കൂരയും പ്രത്യേകിച്ച് ആടിന് തണുപ്പ് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു മൃഗമാണ്. അതുകൊണ്ട് നല്ല ബന്ധവസുള്ള മേൽക്കൂര വേണം. തണുപ്പ് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴ നനയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ല മേൽക്കൂരയുള്ള ഒരു തടി കൊണ്ടുള്ള ഒരു കൂട് വളരെ പ്രധാനമാണ്. ഇത് പക്ഷേ ചിലവ് കുറഞ്ഞ രീതിയിൽ വേണം ചെയ്യാൻ. ഏറ്റവും പ്രാദേശികമായി ലഭ്യമാവുന്ന തടിയും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലളിതമായ രീതിയിലുള്ള ഒരു കൂട്, ഒരു പെണ്ണാടിന് 1 സ്ക്വയർ മീറ്റർ, 1 ചതുരശ്ര മീറ്റർ എന്നുള്ള അളവിലും മുട്ടനാടിന് 1.5 ചതുരശ്ര മീറ്റർ എന്നുള്ള അളവിലും കിട്ടത്തക്ക വിധത്തിൽ കൂട് നിർമ്മിക്കാം. ഈ ആടുകളെ തമ്മിൽ ഏതൊക്കെ പ്രായത്തിലാണ് അവർ തരംതിരിച്ച് പ്രത്യേകം കൂടുകളിലാക്കേണ്ടത്? 6 മാസം വരെ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വളർത്താം. 6 മാസം ആകുമ്പോഴേക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വളർത്തിയിരിക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആണാടുകളെ പ്രത്യേകം പാർപ്പിക്കും, പെണ്ണാടുകളെ പ്രത്യേകം പാർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണാടുകൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു 3 മാസം ആയി കഴിഞ്ഞാൽ അവയെ പ്രത്യേകിച്ച് പരിചരണം കൊടുത്ത്, കാരണം അതിന് ശേഷം അവയ്ക്ക് കൂടുതൽ തീറ്റ നൽകും. അതുപോലെ ഗർഭകാല പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗർഭിണി ആടുകളെ നമ്മൾ പ്രസവിച്ച് 1 മാസം ആവുന്നത് വരെ നമ്മൾ പ്രത്യേകം പാർപ്പിക്കും. അപ്പം നമുക്ക് വീണ്ടും ഒരു കോൾ കൂടിയുണ്ട്, എടുത്തിട്ട് തിരിച്ചു വരാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ആരാണ്? ഞാൻ പാലക്കാട്ട് ഗോപി. ചോദിച്ചോളൂ. ഈ മലബാറി സാധാരണ രീതിയിൽ മലബാറി ആടുകളെ വെച്ച് വളർത്താൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും? സാധാരണ കൃഷി രീതിയിൽ സാധാരണ രീതിയിൽ ചോദ്യം വ്യക്തമായിട്ടില്ല, ഒന്നുകൂടി ചോദിക്കുവോ? മലബാറി ആടുകളെ വെച്ച് തുടങ്ങാൻ സംരംഭം ആരംഭിക്കാൻ സാധാരണമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും? ഒരു ഉത്തരം പറയാം. അതാണ് സാധാരണ ഒരു ആട് വളർത്തൽ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എത്ര രൂപയുടെ ഒരു ചിലവ് വരും? ഒരു 10 ആട് വളർത്തൽ യൂണിറ്റ് ആണെങ്കിൽ, 10 ആടുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ ഏകദേശം എത്ര രൂപ വരും എന്നുള്ളത്. 10 ആടുകളുള്ള ഒരു സംരംഭം നല്ല രീതിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിർത്താൻ പറ്റും. കാരണം ഇന്നത്തെ ആ കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു 20 കിലോ ഉള്ള ഒരു ആടിന് നമ്മൾ 300-350 രൂപ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു 7000 രൂപ വെച്ച് 10 ആടിന് ഒരു 70,000 രൂപയാവും. അതിൻ്റെ കൂട് അങ്ങേറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 30,000 രൂപയ്ക്കകത്ത് നിർത്താൻ സാധിക്കും. എല്ലാം കൂടി ഒരു 1 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ഒരു 10 ആടിൻ്റെ 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിർത്താൻ സാധിക്കും. അകത്ത് നിർത്തിക്കൊണ്ട് വിവിധ പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് കറവയാടുകളെ നമുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1 വയസ്സോ അതിനോട് അടുപ്പിച്ച പ്രായമുള്ള ആ പ്രായത്തിലുള്ള ആടുകളെ, ഇണ ചേർക്കാൻ പ്രായമായതോ അതിനോട് അടുപ്പിച്ച് പ്രായമുള്ള ആടുകളെയാണ് നമ്മൾ സാധാരണ വാങ്ങാറുള്ളത്. ഒരു 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഈ സംരംഭത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എത്ര പെണ്ണാടുകൾക്ക് ഒരു മുട്ടനാടിനെ 20 പെണ്ണാടിന് ഒരു മുട്ടനാടെന്നുള്ള നിരക്കിലാണ് സാധാരണ പരമാവധി 20 പെണ്ണാടുകൾക്ക് ഒരു മുട്ടനാട് മതിയാകും. ഉത്തരം വ്യക്തമായോ? വിളിച്ചതിന് നന്ദി. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമുക്ക് മറ്റൊരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് മാഡം. ആരാണ്? ഞാൻ ആലപ്പുഴ മനുവാണ്. ചോദിച്ചോളൂ. ഞാൻ ഈ ആടുവളത്തിന്റെ പരിശീലനം എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പരിശീലനം എവിടെ കിട്ടുമെന്നാണോ? എവിടെ കിട്ടുമെന്ന്. ഓക്കെ, നമുക്ക് ആട് വളർത്തൽ പരിശീലനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രങ്ങൾ 7ഓളം കേന്ദ്രങ്ങൾ ഇന്ന് ഉണ്ട്. അപ്പോൾ അവിടെ വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2 ദിവസത്തെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് താങ്കൾ ചെയ്യേണ്ടത് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ആടുവളർത്തൽ പരിശീലന കേന്ദ്രത്തിനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആ മൃഗാശുപത്രിയിൽ നിങ്ങൾക്ക് നിങ്ങളെ അടുത്ത കേന്ദ്രത്തിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യും. ഏത് ദിവസമാണ് ഇതുള്ളതെന്ന് അറിയിക്കും. ആ ദിവസം ഈ അടുത്തുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ പോവുക. 2 ദിവസത്തെ പരിശീലനം കിട്ടും. അതോടൊപ്പം സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് ലഭിക്കും. താങ്കൾ വിളിച്ചത് എവിടെ നിന്നാണ്? സ്ഥലം? കോൾ കട്ടായിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആട് വളർത്തലിൻ്റെ വിവിധ രംഗങ്ങളിലെക്കുറിച്ചാണ്. പരിശീലനം വേണം, ഷെഡ് കെട്ടുന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പറഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം, അല്ലെങ്കിൽ തീറ്റ ചെലവ് ഒരു പ്രധാന കാര്യമാണ്. ഒരു സംരംഭമാകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെ അവശിഷ്ടങ്ങൾ മാത്രം പോരാ. അപ്പം എന്തൊക്കെയാണ് ഒരു ശാസ്ത്രീയമായ പോഷക സമൃദ്ധമായ തീറ്റ ആടിനുണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടാവണം?
ആടിൻ്റെ തീറ്റയെപ്പറ്റി പറയുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട അതിനാവശ്യമായ തീറ്റ പുല്ലോ അതുപോലെ വൃക്ഷ ഇലകളോ വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മൾ ലഭ്യമാക്കിക്കൊണ്ട് വേണം ഈ സംരംഭം തുടങ്ങാനായിട്ട്. ഒരാടിന് ഒരു ദിവസം ഏകദേശം 2 മുതൽ 3 കിലോ വരെ പച്ചപ്പുല്ല് കിട്ടിയിരിക്കണം. കുറഞ്ഞത് 2 മുതൽ 3 കിലോഗ്രാം വരെയുള്ള അളവിൽ പച്ചപ്പുല്ലോ അതുപോലെ വൃക്ഷ ഇലകളോ ഏതെങ്കിലും ലഭ്യമായിരിക്കണം. അതൊരു കണക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഏക്കർ സ്ഥലം നമ്മൾ ഇടവിളയായിട്ട് തീറ്റപ്പുല്ല് കൃഷിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 25 ആടിനെ വളർത്താനുള്ള പുല്ല് കിട്ടും. തനിവിളയായിട്ട് നമ്മൾ 1 ഏക്കർ കൃഷിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 മുതൽ 50 ആടുകളെ വളർത്താനായിട്ട് സാധിക്കും. ഇനി തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനോടൊപ്പം തന്നെ നമുക്ക് തെങ്ങിൻ്റെ ഓല അതുപോലെ മറ്റ് പ്ലാവില മുരിങ്ങയില ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ആടുകൾക്ക് തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇത് മാത്രം പോരാ, കരവസ്തുക്കളും ഇതോടൊപ്പം തന്നെ വേണം. കരാഹാരത്തിലുള്ള തീറ്റ, അത് നമ്മൾ സാധാരണ കർഷകർ തേങ്ങാപ്പിണ്ണാക്ക്, പുളിയരി, തവിട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് പശുവിന് കൊടുക്കുന്ന തീറ്റ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ആടുകൾക്ക് ഈ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന പെല്ലറ്റ് രൂപത്തിലുള്ള കാലിത്തീറ്റ നമുക്ക് ആടുകൾക്ക് കൊടുത്ത് വളർത്താവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു പെണ്ണാടിന്, പ്രായപൂർത്തിയായ പെണ്ണാടിന് എത്രത്തോളം തീറ്റ അതിൻ്റെ ആവശ്യമുണ്ട്? പ്രായപൂർത്തിയായ ഒരു പെണ്ണാടിന് നല്ല രീതിയിൽ തീറ്റപ്പുല്ലും മറ്റു വസ്തുക്കളും കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ അളവിൽ, അതായത് ഒരു 250 മുതൽ 300 ഗ്രാം തീറ്റ കിട്ടിയാൽ മതിയാവും. മുട്ടനാടിന് ഏകദേശം 500 ഗ്രാം തീറ്റ വേണം. വളരുന്ന പ്രായത്തിലുള്ള ആടുകൾക്ക് ഏകദേശം കൂടുതൽ തീറ്റ വേണം, ഒരു 300 ഗ്രാം തീറ്റ വേണം. എന്നാൽ പ്രായപൂർത്തി എത്തിയ പെണ്ണാടുകൾക്ക് കുറച്ച് മതി, 250-നകത്തൊക്കെ മതിയാവും. പ്രത്യേകം പിന്നെ ഗർഭകാലത്ത് കൂടുതൽ തീറ്റ, അത് 4-ാം മാസം മുതൽ 3-ാം മാസം, 4-ാം മാസവും 5-ാം മാസവും 100 ഗ്രാം മുതൽ 200 ഗ്രാം വരെ തീറ്റ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് നൽകണം. ഓക്കെ, നമുക്കൊരു കോൾ കൂടിയുണ്ട്, നമുക്കത് എടുത്തിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, എന്റെ പേര് മാത്യു എന്നാണ്. ഓ, സ്ഥലം എവിടെയാണ്? കോലഞ്ചേരി. ആ, ഓക്കെ, ചോദിച്ചോളൂ. എനിക്കൊരു 10 ആടുന്നുണ്ട് ഇപ്പോൾ നിലവില് ചോദിച്ചോളൂ. 10 ആടുണ്ട്. എനിക്ക് പ്രതിരോധ വാക്സിൻ ഇവിടെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ പ്രതിരോധ വാക്സിൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അത് എവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയാണ്. പ്രതിരോധ വാക്സിൻ കിട്ടുന്നില്ല എന്നോ? ചോദ്യം വ്യക്തമായില്ല, ഒരിക്കൽ കൂടി പറയൂ. പ്രതിരോധ വാക്സിൻ, അതായത് ആടിന് ആവശ്യമായ പ്രതിരോധ വാക്സിൻ ലഭിക്കുന്നില്ലെന്നാണോ? ലഭിക്കുന്നില്ല, മൃഗാശുപത്രിയിൽ ലഭിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതിനെന്താ പരിഹാരം അറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ആട് വളർത്തൽ കേന്ദ്രം ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന് പ്രതിരോധ വാക്സിൻ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആടുകളുടെ രോഗപ്രതിരോധ നടപടികൾ. അതിൽ പ്രധാനം ഒന്ന് ഈ രോഗങ്ങൾ വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. അത് മൃഗാശുപത്രികൾ വഴിയാണ് സാധാരണ ലഭ്യമാകുന്നത്. ഈ മൃഗാശുപത്രിയിൽ അത് ലഭ്യമല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറോട് തന്നെ ഈ വിവരം പ്രത്യേകിച്ച് അറിയിക്കുക. അദ്ദേഹം അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അതിന് മുകളിലുള്ള ഈ വാക്സിൻ ശേഖരിക്കുന്ന അതുപോലെ വാക്സിൻ സംഭരിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാക്കും. അപ്പോൾ അതിന് ചിലപ്പം അല്പം കാലതാമസം ഉണ്ടായാലും വാക്സിനുകളെല്ലാം ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം അടുത്ത മൃഗാശുപത്രിയിൽ തന്നെ ഇവരെ അറിയിക്കുക. പ്രത്യേകിച്ച് ആടുവസന്ത പോലെയുള്ള രോഗം, ആടുവസന്ത, അതുപോലെ തന്നെ കുരളടപ്പൻ, എൻട്രോടോക്സിമിയ, ഈ 3 രോഗങ്ങളും അതുപോലെ കുളമ്പ് രോഗവും, ഈ 4 രോഗങ്ങൾക്കെതിരെയും വർഷം തോറും തീർച്ചയായിട്ടും നമ്മൾ കുത്തിവയ്പ്പിക്കണം. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ മാത്രമേ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആട് വരുന്ന സാഹചര്യത്തിൽ ആടുവസന്ത വളരെ ഗുരുതരമായ രോഗമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത് ഇടുക്കിയിൽ കട്ടപ്പനയിൽ നിന്നാണ്. ആശാ ബിജു. ആ സ്ഥലം പറയൂ. കട്ടപ്പനയാണ്, ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആട് വളർത്തലിന് നമുക്ക് ലോൺ കിട്ടുമോ? അതിന് സബ്സിഡി ഉണ്ടോ? അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ സാമ്പത്തിക സഹായങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. അതെ അതെ, എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയായിരുന്നു അറിയേണ്ടത്. ഉത്തരം ശ്രദ്ധിച്ചോളൂ. ആടുവളർത്തലിന് ഇന്ന് നമ്മുടെ ദേശസാൽകൃത ബാങ്കുകൾ പല വായ്പ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളും മറ്റും തയ്യാറാക്കി ബാങ്കിൽ കൊടുക്കുമ്പോൾ അവർ നബാർഡുമായിട്ട് ബന്ധപ്പെടുത്തി, നബാർഡിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി, നബാർഡിൻ്റെ സംരംഭങ്ങൾക്ക് വായ്പകളും അതുപോലെ സബ്സിഡിയും കൊടുക്കുന്ന ചില പദ്ധതികളുണ്ട്. അതിൽ പെടുത്തി 10 ആടുകൾക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വരെയും, അതുപോലെ തന്നെ 40 ആടിന് വേണ്ടിയിട്ട്
നബാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള വലുതും ചെറുതുമായ പ്രോജക്റ്റുകൾക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത അല്ല ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, അഗ്രികൾച്ചർ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ സമീപിച്ചിട്ട് നബാർഡ് സഹായധനം നൽകുന്ന ലോണിന്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുക കേട്ടോ. വിളിച്ചതിന് നന്ദി. ഓക്കെ, അപ്പം നമ്മൾ ആരോഗ്യ പരിപാലനമായിരുന്നു ഇനിയും കൂടുതലായിട്ട് സംസാരിക്കേണ്ടത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ആട് വളർത്തൽ രംഗത്തുള്ളവർ അവയുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും വളരെയധികം പല ഫാമുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രോഗാതുരതയാണ്. ആടുകളെ നമ്മൾ പല ഫാമുകളും ഷെഡൊക്കെ കെട്ടി ആടുകളെ വാങ്ങിയിടുന്നു, പക്ഷേ പിന്നീടുള്ള പരിചരണത്തിലുള്ള വീഴ്ച കൊണ്ടാണ് പല ഫാമുകളിൽ നിന്ന് നഷ്ടത്തിലാവുന്നത്. അതിൽ വളരെ പ്രധാനം ഒരു ആട്ടിൻകുട്ടി ജനിക്കുമ്പം മുതലുള്ള പരിചരണം വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു ആട്ടിൻകുട്ടി ജനിക്കുമ്പം മുതലുള്ള അതിന് കന്നിപ്പാൽ കൊടുക്കുക, അതിന് ആ സമയത്ത് തൂക്കം നോക്കുക, അതിന് ശരാശരി 2 കിലോ തൂക്കം ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യമായി വിരമരുന്ന് അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ 3 മാസം കഴിയുമ്പോഴത്തേക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തു തുടങ്ങാം. അതിൽ പ്രധാനപ്പെട്ട കുത്തിവയ്പ്പുകളിലൊന്നാണ് നേരത്തെ പറഞ്ഞ ഈ ആട് വസന്ത, മറ്റൊന്ന് കുളമ്പ് രോഗം, അതുപോലെ തന്നെ എൻട്രോടോക്സിമിയ, കുരളടപ്പൻ. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാ വർഷവും കൃത്യമായി എഴുതി വെച്ച്, അതായത് ആട് വളർത്തൽ കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി ഇത്തരം രജിസ്റ്ററുകൾ വളരെ പ്രധാനമാണ്. രജിസ്റ്ററുകൾ സൂക്ഷിച്ചിട്ട് ഏത് ആടിൻ്റെയാണ് ഇന്ന കുട്ടി, അതിനെ ഇന്ന പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു, ഇന്ന ദിവസം തൂക്കമെടുത്തു, 3 മാസം ആകുമ്പോൾ അതിൻ്റെ തൂക്കം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്, ശരിയായ വളർച്ചാ നിരക്കുണ്ടോ, ഇന്ന പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടുണ്ട്. ഗർഭിണി ആടുകൾക്ക് ടെറ്റനസ് വരാതിരിക്കാനുള്ള, കുഞ്ഞുങ്ങൾക്ക് ടെറ്റനസ് വരാതിരിക്കാൻ ഗർഭകാലത്ത് പ്രത്യേകിച്ച് പ്രസവത്തിന് 1 മാസം മുമ്പ് അതിന് പ്രതിരോധ കുത്തിവയ്പ്പായിട്ട് ടെറ്റനസ് എടുക്കണം. ഇത്തരത്തിൽ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എല്ലാം വളരെ ചിട്ടയായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫാമിൻ്റെ ആരോഗ്യ പരിപാലനം. ഇത് മാത്രമല്ല, അവിടെ തീറ്റ സൂക്ഷിക്കുന്നത് 1 മാസത്തിൽ കൂടുതൽ തീറ്റ വാങ്ങി സൂക്ഷിക്കരുത്. തീറ്റയിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം, ശുചിയായ വെള്ളം എല്ലായ്പ്പോഴും ആടിന് വേണം. വളരെ കുറച്ചേ ആട് വെള്ളം കുടിക്കുകയുള്ളെങ്കിലും ഇത് കൊടുക്കുന്നതിൽ മലിനപ്പെടാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് അതിന് വെള്ളം കിട്ടണം. തണുപ്പടിക്കാൻ പാടില്ല. മഴയത്ത് ആട് നനയാൻ പാടില്ല. അതുപോലെ കൃത്യമായി എന്നും കുറച്ച് സമയമെങ്കിലും ആടിനെ പുറത്തിറക്കണം. പുറത്തിറക്കിയിട്ട് ഒരു തുറന്ന പ്രദേശം, ഒരു പാടക്ക് പോലെ ഒരു സ്ഥലത്ത് കുറച്ച് സമയത്ത് പുറത്തിറക്കി വിടണം. അങ്ങനെ വിടുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. അതിന് വ്യായാമം ലഭിക്കുന്നു, സുഖമായിട്ട് അതിൻ്റെ പ്രസവം നടക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. പിന്നെ ഈ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു രോഗം, ഒരു വീട്ടിലൊരു ആടിനെ വളർത്തുന്നതും ഒരു ഫാമിൽ ആട് നിൽക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. ഫാമിലെ സംബന്ധിച്ചിടത്തോളം ഒരാടിന് ഒരു ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആടിനെ പ്രത്യേകിച്ച് മാറ്റിയിട്ട് അതിന് പരിചരിക്കണം. അതിന് വേണ്ടുന്ന പ്രാഥമികമായിട്ട് ചെയ്യേണ്ടുന്ന ഫസ്റ്റ് എയ്ഡുകളെല്ലാം അവിടെ തന്നെ ചെയ്യുക. ബാക്കി വേണ്ടുന്നതിന് ഒരു ഡോക്ടറുടെ സേവനം ഉപയോഗിക്കാം. ഇല്ലാതെ നമ്മൾ ആ ആടിനെ അവിടെ തന്നെ ശ്രദ്ധിക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു ചുമയോ മൂക്കലിപ്പോ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഷെഡിലുള്ള മുഴുവൻ ആടുകൾക്കും അത് വ്യാപിക്കുന്നു. അത് വളരെ ഗുരുതരമായ ന്യൂമോണിയയിലിട്ടൊക്കെ പോകുന്നതായിട്ടാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പം ആരംഭത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കുക, അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യുക, അതിനെ മാറ്റി പാർപ്പിക്കുക, മറ്റ് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ എടുക്കുക. സമയത്ത് ഒരു ചിട്ടയോടുകൂടി അതിന് കൃത്യസമയത്ത് തീറ്റ, വെള്ളം, ഇത്തരം കാര്യങ്ങളിൽ ഒരു ചിട്ട, ഒരു ദൈനംദിന കലണ്ടർ, ആട് ഫാമിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദൈനംദിന കലണ്ടർ വേണം, മാസ കലണ്ടർ വേണം. ഈ വിരമരുന്ന് ഇന്ന ദിവസം കൊടുക്കണം, വാക്സിനേഷൻ ഇന്ന ദിവസം കൊടുക്കണം, അതിന്റെ തൂക്കം ഇന്ന ദിവസം എടുക്കണം. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. അതുപോലെ തന്നെ ഒരുപക്ഷെ ആരോഗ്യ പരിരക്ഷ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കാം, ഫാമായിട്ട് തുടങ്ങുമ്പോൾ പുതിയ ആടുകളെ വാങ്ങി അവരവരുടെ ഫാമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആടുകളെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ആടുകൾ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, അവിടുത്തെ ആഹാര രീതിയാണ്. അതിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ചോദിച്ച് മനസ്സിലാക്കണം അവിടെ എന്ത് ആഹാരമാണ് കൊടുത്തുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കഴിവതും ആ തീറ്റയിൽ തന്നെ കുറച്ച് സംഭരിച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് ആ തീറ്റ കൊടുക്കുക. അതിനെ യാത്രാ സമയത്തും മറ്റും അധികം സ്ട്രെസ് വരാതിരിക്കാനുള്ള, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കൊണ്ടുവരാവൂ. പകല് ഉച്ച സമയത്തും മറ്റും വെയിലത്ത് ഇതിനെ കൊണ്ടുവരരുത്. വഴിയിൽ നിർത്തി വെള്ളവും തീറ്റയും കൊടുക്കണം. ഒരു അമിത വേഗത്തിൽ ലോറിയിലും മറ്റും കൊണ്ടുവരരുത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ യാത്രയുടെ ക്ഷീണവും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും മൂലം മിക്ക ആടുകളും ഇവിടെ വന്ന് തളർച്ച ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവയ്ക്ക് പ്രത്യേക പരിചരണം, അവയ്ക്ക് ക്ഷീണം മറ്റും മാറാനുള്ള ടോണിക്കുകളും മറ്റും കൊണ്ടുവരുന്നതിന് സമയത്തും കൊണ്ടുവന്ന് ഒരു 10 ദിവസത്തേക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ ആടുകളെ, പുതുതായിട്ട് കൊണ്ടുവന്ന ആടുകളെ കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും പ്രത്യേകിച്ച് ഒരു കൂട്ടിൽ മാറ്റി പാർപ്പിച്ച്
അവയെ നമ്മൾ നിരീക്ഷിച്ച് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രതിവിധി ചെയ്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല എങ്കിൽ അതും എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഫാമിലുള്ള ആടുമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും വളരെയധികം പ്രാധാന്യം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണത്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സാധാരണ കർഷകൻ അറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗം ഒരു ശാസ്ത്രീയ പരിശീലനം നേടുക എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കർഷകർക്ക് ഉണ്ടാകാവുന്ന ഇതെല്ലാം നമ്മൾ അവർ ശ്രദ്ധിച്ചാലും ചില കാഷ്വാലിറ്റീസ് വരാം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അവരെങ്ങനെയാണ് എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? നഷ്ടങ്ങൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ? ഒരു പരിധിവരെ ഇതിന് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നഷ്ടം നികത്താനായിട്ട്. ഒന്ന്, നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക ആരംഭത്തിൽ തന്നെ. അതായത് ഒരു ആടിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കി അത് ചോദിച്ച് അതിനെന്താണെന്നുള്ള കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യുക. പിന്നെ അതിനുപരിയായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ആട് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചാൽ നമുക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കും. പശുവിനാണെങ്കിൽ നമുക്കറിയാം ഗോസുരക്ഷ എന്ന് പറഞ്ഞ സർക്കാർ സഹായമുള്ള ഒരു പദ്ധതിയുണ്ട്. പക്ഷേ ആടിന് ഇപ്പോൾ ആടിന് ഈ ചില സ്കീമുകൾ ഇപ്പം ജനകീയാസൂത്രണത്തിൽ ഒരു ആടുവളർത്തൽ പദ്ധതി ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പ്രത്യേക പദ്ധതി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി സംവിധാനം വരുമായിരിക്കും. പക്ഷെ അല്ലാതെ വ്യാപകമായിട്ട് അത്തരത്തിലൊരു സർക്കാർ തലത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയില്ല. ഒറ്റയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആടുവളർത്തൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ, അതായത് കാര്യമായി ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ അറിയേണ്ട ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് ഈ പരിപാടിയിലേക്ക് അനുവദിച്ച സമയം ഏതാണ്ട് തീർന്നു വരികയാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം, അതായത് ഒരുപാട് ഫാമുകൾ ഈ രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ നിയമം അനുസരിച്ച് ലൈസൻസിങ് നടത്തേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് പരിപാടി. തീർച്ചയായിട്ടും ഫാമുകൾക്ക് ഏത് ഫാമാണെങ്കിലും ആ ഫാം പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. 20 ആടുകളെ വളർത്തുന്ന യൂണിറ്റുകൾക്ക് ലൈസൻസ് വേണ്ട. 20-ന് മുകളിലേക്ക് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ആടുകളെ വളർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് പരിസര മലിനീകരണം ഉണ്ടാവാത്ത വിധത്തിൽ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അതിൽ നിഷ്കർഷിക്കുന്ന രീതിയിൽ അത് മറ്റ് പരിസരത്ത് താമസിക്കുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ മേൽക്കൂരയുള്ള ചാണകക്കുഴി, വളക്കുഴി, അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ഇത്രയൊക്കെ വലിയ ഫാമുകൾക്ക് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഓരോ ക്ലാസ്സിലുള്ള എണ്ണത്തിനനുസരിച്ച് നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ അവസ്ഥയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഫാമുകൾക്ക് ലൈസൻസ് കൊടുക്കുള്ളൂ. 20 ആടുകൾ വരെ അത് വേണ്ട. 20-ന് മുകളിലേക്ക് ആടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള വിവിധ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ വളരെ ലളിതമായ രീതിയിലാണെങ്കിൽ പോലും അത് വേണം എന്നുള്ളതാണ്. ഒരു വളക്കുഴിയോ അല്ലെങ്കിൽ ഇതിന്റെ ശേഖരണ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള ടാങ്ക്, മേൽക്കൂര, ഇതൊക്കെ സംവിധാനങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിയമം അനുസരിച്ചാണെങ്കിൽ 20 ആടിന് മുകളിലുണ്ടെങ്കിൽ ലൈസൻസ് കൂടി എടുത്ത് വേണം ആടിനെ വളർത്തേണ്ടത്. തീർച്ചയായിട്ടും അതൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഫാമായിട്ട് അംഗീകരിക്കുന്നതിന് അത് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നമ്മുടെ അതിഥിയുടെ മേൽവിലാസം പറയാം. ഇനിയും സംശയങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്നറിയാം. വിളിക്കേണ്ട അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ട മേൽവിലാസം ഡോക്ടർ ആർ വേണുഗോപാൽ, സീനിയർ വെറ്റിനറി സർജൻ, വെറ്റിനറി ഹോസ്പിറ്റൽ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9387830718. നമ്മുടെ ആടുവളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ പ്രതിപാദിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഒരു കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ, പരിമിതമായ സാഹചര്യത്തിൽ ഒരു സാധാരണ കർഷകന് അധിക വരുമാനം ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല തൊഴിൽ മേഖല തന്നെയാണ് ആടുവളർത്തൽ രംഗം. തീർച്ചയായിട്ടും കർഷകർ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ തീർച്ചയായിട്ടും ചെയ്തതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് കടന്നു വരിക. അതിൻ്റെ ആടിനെ വാങ്ങുന്നത് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങൾ ചിട്ടയായി ചെയ്താൽ തീർച്ചയായിട്ടും ഈ സംരംഭം വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. ധാരാളം അത്തരം ഫാമുകൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളോട് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ ഡോക്ടർ വേണുഗോപാലിന് നന്ദി.
അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൂരദർശൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും. എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ 180018015551. സുഗന്ധത്തിന്റെ ചാമരം വീശി സ്വാദിന്റെ അലകൾ ഉയർത്തി പുരോഗതിയുടെ പാതയൊരുക്കി പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി നാടാകെ പച്ചപ്പ് ചാർത്തി വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി പൂന്തേൻ മാധുര്യം പരത്തി ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദഹാസം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡയറി യൂണിറ്റുകൾ, മിൽക്കിംഗ് മെഷീനുകൾ എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മത്സ്യസങ്കേതങ്ങൾ ഉണ്ടാക്കാൻ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതി പ്രകാരം ഡയറി യൂണിറ്റുകൾ, മിൽക്കിംഗ് മെഷീനുകൾ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ ഈ മാസം 18-ാം തീയതിക്ക് മുമ്പ് നൽകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് അതാത് ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടേണ്ടതാണ്.
ഗ്രാമീണ മേഖലയിലെ പിന്നാക്കം നിൽക്കുന്ന വനിതകളുടെയും പെൺകുട്ടികളുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന അമ്മുവിന്റെ ആട്ടിൻകുട്ടി പദ്ധതിക്ക് താൽപ്പര്യമുള്ള എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, ഹെഡ്മാസ്റ്റർമാർ എന്നിവർ നിർദ്ദിഷ്ട അപേക്ഷാ ഫോമിൽ ഈ മാസം 21-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ലഭ്യമാകാൻ സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.keralafeeds.com. സംസ്ഥാന മത്സ്യ ഗവേഷണ മാനേജ്മെന്റ് ഏജൻസി മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്നു. മിനിമം 5 ഹെക്ടർ എങ്കിലും സ്ഥലമുള്ള പൊതുജലാശയങ്ങളിലാണ് മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കുന്നത്. മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഉപദേശവും സാങ്കേതിക വിദ്യകളും ധനസഹായവും മത്സ്യ ഗവേഷണ മാനേജ്മെന്റ് ഏജൻസി നൽകും. മത്സ്യ കർഷകർ സങ്കേതങ്ങൾ ഉണ്ടാക്കി അവ നിലനിർത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം. താൽപ്പര്യമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിലാസവും ഫോൺ നമ്പറും ഇനി പറയുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മത്സ്യ ഗവേഷണ മാനേജ്മെന്റ് ഏജൻസി, ശ്രീഹരി, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0412574667. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം നടത്തുന്ന സൗജന്യ പരിശീലനങ്ങൾ: 18, 19 തീയതികളിൽ താറാവ് വളർത്തൽ, 22, 23 തീയതികളിൽ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ, 29 മുതൽ 31-ാം തീയതി വരെ 3 ദിവസം വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-273-2918. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 22, 23 തീയതികളിൽ പന്നി വളർത്തലിലും 28, 29 തീയതികളിൽ മുയൽ വളർത്തലിലും പരിശീലനം നൽകുന്നു. സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0482923432. കന്നുകാലികളിൽ കുളമ്പ് രോഗം ഇപ്പോൾ കാസർഗോഡ്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകൾ ഒഴികെ മറ്റ് 11 ജില്ലകളിലും പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് കേരള കാർഷിക സർവകലാശാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുളമ്പ് രോഗത്തിന്റെ കാരണം വൈറസുകളാണ്. ഇതിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ഫലപ്രദമാണ്. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ് കുളമ്പ് രോഗം. 2% സോഡിയം ഹൈഡ്രോക്സൈഡ്, 4% സോഡിയം കാർബണേറ്റ്, 0.2% സിട്രിക് ആസിഡ് എന്നിവ വെള്ളത്തിൽ കലർത്തിയ ലായനി ഉപയോഗിച്ച് തൊഴുത്തും പരിസരവും അണുവിമുക്തമായും വൃത്തിയായും സൂക്ഷിക്കണം. കറവക്കാർ വഴിയും കുളമ്പ് രോഗം പടരും. അതിനാൽ രോഗബാധയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കറവക്കാരെ ഉപയോഗിച്ചുള്ള കറവ ഒഴിവാക്കുക. രോഗം വന്ന കന്നുകാലികളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് കഴിവതും ഒഴിവാക്കുക. പുതിയ ഉരുക്കളെ കഴിവതും ഈ സമയത്ത് വാങ്ങാതിരിക്കുക. പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ രോഗബാധ തടയാം. കൂടുതൽ വിവരങ്ങൾക്ക് 9496346187. കേരളത്തിൽ കഴിഞ്ഞ 3-4 ദശകങ്ങളായി നെൽകൃഷിയുടെ വിസ്തൃതിയിലും നെല്ലിന്റെ ഉൽപാദനത്തിലും വളരെയധികം കുറവുണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ ദൗർലഭ്യക്കുറവും വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവും തരണം ചെയ്ത് നെൽകൃഷി ലാഭകരമാകണമെങ്കിൽ ഈ രംഗത്ത് യന്ത്രവൽക്കരണം നടപ്പിലാക്കുക. കൊയ്ത്ത്, മെതിയന്ത്രങ്ങളടക്കം ആധുനിക യന്ത്രങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം ശ്രദ്ധേയമാണ്. 100 മേനി വിളവ് കൊയ്യാൻ തയ്യാറെടുക്കുകയാണ് വൈക്കം ചെമ്പ് പഞ്ചായത്തിലെ ബ്രഹ്മമംഗലം ഈവാൻസ് കർഷക സംഘം. കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കി വരുന്ന യന്ത്രവൽകൃത നെൽകൃഷി വ്യാപനം പദ്ധതിയുടെ ഭാഗമായി എവർഗ്രീൻ കർഷക സേനയുടെ മേൽനോട്ടത്തിലാണ് കുന്നത്ത് പാടശേഖരത്തിലെ 12 ഏക്കർ സ്ഥലത്ത് യന്ത്രവൽകൃത കൃഷി ആരംഭിച്ചത്. യന്ത്രവൽകൃത നടീലിന്റെ ഉദ്ഘാടനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിജയൻ നിർവഹിച്ചു. ജനപ്രതിനിധികളുടെയും ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സാന്നിധ്യത്തിലായിരുന്നു നടീലിന്റെ തുടക്കം. കുമരകം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ശ്രദ്ധിച്ച എവർഗ്രീൻ കർഷക സേനയിലെ അംഗങ്ങളാണ് പായ്ഞ്ഞാറ്റെട് തയ്യാറാക്കി നടീൽ യന്ത്രം ഉപയോഗിച്ച് ഞാറ് നടുന്നത്. കഴിഞ്ഞ വർഷം 20 ഏക്കറിലധികം പാടത്ത് ഇവർ കൃഷി ചെയ്തിരുന്നു. പാരമ്പര്യ കൃഷിരീതി മുൻകാലങ്ങളിൽ നേരിട്ട പ്രശ്നങ്ങൾ മൂലമാണ് ഇവർ നൂതന കൃഷിരീതിയിലേക്ക് തിരിയാൻ കാരണം. കമ്പോള നിലവാരം: റബ്ബർ RSS 4 ക്വിന്റലിന് 16,650 രൂപ, RSS 5 16,180 രൂപ, വെളിച്ചെണ്ണ 9,400 രൂപ,
കൊപ്ര 6700 രൂപ, കുരുമുളക് 43,500 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, തൊണ്ടില്ലാതെ 575 രൂപ. കമ്പോൾ അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 43,500 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 41,500 രൂപ. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 41,000 രൂപ, വയനാടൻ കുരുമുളക് 41,500 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 6,750 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാസർഗോഡ് 6,500 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂരിൽ 10,280 രൂപ, കോട്ടയം 10,100 രൂപ, ആലപ്പുഴ 9,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.5, 24.5. കൊച്ചി 31.2, 23.4. ആലപ്പുഴ 30.3, 25.5. പുനലൂർ 31.6, 22.5. തിരുവനന്തപുരം 31.7, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.